നമസ്കാരം. വെൽക്കം ടു മാസ്റ്റേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ ചാനൽ. ഞാൻ വേണുഗോപാൽ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ക്ലോസ് എന്താണെന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. പ്രിൻസിപ്പൽ ക്ലോസ് ഉണ്ട്, സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ട്. പൂർണ്ണമായ അർത്ഥം കിട്ടുന്ന ഭാഗത്തെ നമ്മൾ പ്രിൻസിപ്പൽ ക്ലോസ് എന്നും പൂർണ്ണമായ അർത്ഥം കിട്ടാത്ത ഭാഗത്തെ സബോർഡിനേറ്റ് ക്ലോസ് എന്നും പറയും. ഇന്ന് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈഫ് ക്ലോസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് ഇപ്പം PSC അല്ലെങ്കിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ബാങ്ക് ടെസ്റ്റിന്റെ എല്ലാം ആ പാറ്റേൺ മാറി വരികയാണ്. ട്രഡീഷണൽ രീതിയിലുള്ള ക്വസ്റ്റ്യൻസിൽ നിന്നും കുറച്ചുകൂടി ചിന്തിക്കുന്ന രീതിയിലേക്കുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോകും. അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ കുറച്ചുകൂടി വിജിലൻ്റ് ആയിരിക്കണം. സാധാരണ എഴുതുന്ന പോലെ ഒരു വാക്ക് പഠിച്ചു വെച്ചിരുന്നത് പരീക്ഷയ്ക്ക് എഴുതുന്ന ആ രീതി മാറേണ്ടതായിട്ടിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ്റെ മോഡലിൽ തന്നെ മാറ്റങ്ങൾ വരും. ഈഫ് ക്ലോസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അത് മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. പക്ഷെ അതിനകത്ത് ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർ കുട്ടികളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ്റെ മോഡലൊക്കെ മാറ്റും. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഇഫ് ക്ലോസിനെ കുറിച്ച് മിക്കവാറും നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇഫ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ടെൻസിൽ ഫോമിലാണ് ഉപയോഗിക്കുന്നത്. സിമ്പിൾ പ്രസന്റിൽ വരുമ്പം ഇഫ് ക്ലോസ് സിമ്പിൾ പ്രസന്റിൽ വന്നു കഴിഞ്ഞാൽ മെയിൻ ക്ലോസ് ഏത് രൂപത്തിൽ വരും. അല്ലെങ്കിൽ ഇഫ് ക്ലോസ് സിമ്പിൾ പാസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ മെയിൻ ക്ലോസ് ഏത് രൂപത്തിലായിരിക്കും. ഇഫ് ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റിൽ വന്നു കഴിഞ്ഞാൽ മെയിൻ ക്ലോസിലെ മാറ്റം എന്തായിരിക്കും. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള നിങ്ങൾക്കൊക്കെ അറിയാം. ഒരു എക്സാമ്പിൾ ഞാൻ എഴുതാം. നമ്മൾ സാധാരണ എഴുതുക ഇഫ് ക്ലോസിനെ കുറിച്ചാണ്. If you run fast, you will get the train. If you run fast, you will get the train. നിങ്ങൾ വേഗം ഓടുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രെയിൻ കിട്ടും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്നത് വെർബ് ഏതാന്ന് നോക്കുന്നു. അപ്പൊ റൺ ആണ്. റൺ സിമ്പിൾ പ്രസന്റിലുള്ളതാണ്. അപ്പൊ ഇതാദ്യം നമ്മൾ സിമ്പിൾ പ്രസന്റിലാണ് ഇഫ് ക്ലോസ് വരുന്ന എഴുതുക. സിമ്പിൾ പ്രസന്റ്. അപ്പൊ ഇവിടെ റൺ എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ആണ്. ചില കുട്ടികൾക്ക് ഒരു സംശയം തോന്നി, റൺ എങ്ങനെ സിമ്പിൾ പ്രസന്റ് ആണോ അതോ റാൻ ആണോ സിമ്പിൾ പ്രസന്റ്, സംശയം വരും. അത് ക്ലിയർ ആയിട്ടില്ലാത്ത കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ റൺ സിമ്പിൾ പ്രസന്റ് ആണോ എന്നങ്ങനെ സംശയം തോന്നുകയാണെങ്കിൽ ചെറിയൊരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ആ വാക്ക് ആ വെർബിനോട് കൂടി ING ചേർത്ത് നോക്കുക. അപ്പൊ ഒരു വാക്ക് കിട്ടും. കിട്ടുന്നത് നമുക്ക് പരിചയമുള്ള വാക്കാണെങ്കിൽ ING ചേരുമ്പോൾ ഇത് റണ്ണിങ് ആവും. RUNN ആയിരിക്കും റണ്ണിങ്. അപ്പൊ റണ്ണിങ് വന്നു കഴിയുമ്പോൾ ഇതിന്റെ പാസ്റ്റ് ടെൻസ് എന്ന് പറയാൻ റാനിങ് എന്ന് പറയത്തില്ല. അപ്പൊ തന്നെ മനസ്സിലാവും റൺ സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. പക്ഷെ എസിലായിരുന്നുവെങ്കിൽ റൺസ് എന്നായിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാവും. സിമ്പിൾ പ്രസന്റിലെ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ എസ് ചേർന്നു, SO ESO ചേർന്ന് വരും. ഗോ ഗോസ്, റൺ റൺസ്, വർക്ക് വർക്ക്സ് എന്ന് വരും. അപ്പൊ ഇത് യു എന്നുകൊണ്ട് ഇവിടെ പ്ലൂറൽ ഫോം വന്നിരിക്കുന്നത്. അതുകൊണ്ട് റൺ. അപ്പൊ നമുക്ക് മനസ്സിലായി റണ്ണിന്റെ കൂടെ ING ചേർത്തപ്പോൾ റണ്ണിങ്. മിക്ക വെർബുകളുടെ അത് പറ്റും, പക്ഷെ ചില വെർബുകളുടെ പറ്റത്തില്ല. ഇപ്പൊ കട്ട് എന്ന് പറയുന്ന വെർബ് വരുന്നു, കട്ട്. അത് പ്രസന്റ് ടെൻസിലും പാസ്റ്റ് ടെൻസിലും V1 V2 V3 എല്ലാം കട്ട് തന്നെ. അതുപോലെ പുട്ട്, ഷട്ട്, സ്പ്ലിറ്റ്, ഇത്തരം വെർബ് വന്നു കഴിഞ്ഞാൽ പാസ്റ്റ് ടെൻസിൽ വരികയാണെങ്കിലും കട്ടെന്ന് തന്നെ ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ കട്ടിങ് ചേർത്താൽ ശരിയാകത്തില്ല. അപ്പൊ അത്തരം ചില എക്സെപ്ഷണൽ കേസുകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റീഡ് എന്ന് എഴുതുന്നത്, റീഡ് പാസ്റ്റ് ടെൻസിലും റീഡ് READ എന്ന് എഴുതുന്നത്, പക്ഷെ വായിക്കുന്ന റെഡ് എന്നാണ്. അപ്പൊ അവിടെ എന്തെങ്കിലും ഒരു സൂചന കാണും, ഇന്നലെ നടന്ന കാര്യമാണോ പഴയ കാര്യമാണോ എന്നുള്ള കാര്യം അത് വെച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളത് ചെയ്യാൻ. അപ്പൊ എല്ലാ സ്ഥലത്തും ING പറ്റത്തില്ല, എന്നാലും ഭൂരിഭാഗം സ്ഥലത്തും പറ്റും. അപ്പം ഇവിടെ റണ്ണിങ് നോക്കിയപ്പോൾ ഇത് സിമ്പിൾ പ്രസന്റ് ആണെന്ന് മനസ്സിലായി. റൺ ഇഫ് യു റൺ ഫാസ്റ്റ് യു. അപ്പം സിമ്പിൾ പ്രസന്റിൽ വന്നു കഴിഞ്ഞാൽ മെയിൻ ക്ലോസിൽ വിൽ അല്ലെങ്കിൽ വിൽ ഓർ ഷാൽ or can or may plus V1 ബേസ് ഫോം വെർബ് അതിവിടെ വന്നിട്ടുണ്ട്. വിൽ ഗെറ്റ് എന്ന് വന്നിട്ടുണ്ട്. ഇഫ് യു റൺ ഫാസ്റ്റ് യു വിൽ ഗെറ്റ് ദ ട്രെയിൻ. അവിടെ വിൽ ഗെറ്റ് എന്ന് പറയണമെന്നില്ല. ഇഫ് യു റൺ ഫാസ്റ്റ് യു മേ ഗെറ്റ് ദ ട്രെയിൻ. നിങ്ങൾക്ക് ഒരുപക്ഷെ ട്രെയിൻ കിട്ടും. ഇതൊരു സർട്ടനിറ്റി ഒന്നുമില്ല. അപ്പൊ നമ്മൾ പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. സാഹചര്യത്തിനനുസരിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇഫ് യു റൺ ഫാസ്റ്റ് യു വിൽ ഗെറ്റ് ദ ട്രെയിൻ. അപ്പൊ യു വിൽ ഗെറ്റ് എന്ന് ചേർക്കാൻ കാരണം സിമ്പിൾ ഫ്യൂച്ചർ അവിടെ വന്നത്. സിമ്പിൾ ഫ്യൂച്ചർ ഇവിടെ സിമ്പിൾ പ്രസന്റ് വന്നു കഴിഞ്ഞപ്പോൾ ഈഫ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് വന്നപ്പോൾ മെയിൻ ക്ലോസിൽ
സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിച്ചു നമ്മൾ. അല്ലെങ്കിൽ ഇത് വില്ലെന്നോ ഷാലെന്നോ ക്യാനെന്നോ മേന്നോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പൊ അതിന്റെ സാഹചര്യം അനുസരിച്ചാണ്. അപ്പൊ അതിന് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് സിമ്പിൾ പ്രസന്റ് ആയതുകൊണ്ടാണ്. ഇതിന്റെ സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ ഇഫ് യു റാൻ ഫാസ്റ്റ്, നീ ഓടിയിരുന്നെങ്കിൽ. അപ്പം ഇവിടെ സിമ്പിൾ പാസ്റ്റ് വന്നു റാൻ. റൺ എന്നുള്ളതിന്റെ പാസ്റ്റ് ആണ് റാൻ. റൺ V1ഉം റാൻ V2 V3 റൺ തന്നെ. V1 V2 V3 അതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇഫ് യു റാൻ ഫാസ്റ്റ്, നിങ്ങൾ വേഗത്തിൽ ഓടിയാൽ. അപ്പൊ അവന്റെ ഇവിടെ ഇത് വരുന്നത് നമ്മൾ ആദ്യം എഴുതിയത് വിൽ ഓർ ഷാൽ ഓർ മേ ഓർ ക്യാൻ, ഇതാണ് നമ്മൾ എഴുതി. ഇതിലേതെങ്കിലും എഴുതാന്നാ പറഞ്ഞത്. അപ്പൊ ഇതിന്റെ എല്ലാം കൂടെ പാസ്റ്റ് ഫോം വന്നാൽ മതി. വുഡ് ഓർ ഷുഡ് ഓർ മൈറ്റ് ഓർ കുഡ്, ഇത് ഏതെങ്കിലും വന്നാൽ മതി. ഈ സിമ്പിൾ പാസ്റ്റ് ആയത് ഇവിടെ സിമ്പിൾ പ്രസന്റ് ആയപ്പോൾ വിൽ പ്ലസ് V1 വന്നു. ഇപ്പൊ നമ്മള് പിന്നെ ഇത് സിമ്പിൾ പാസ്റ്റ് വന്നതുകൊണ്ട് ഇത് വരണം. വുഡ് ഷുഡ് മൈറ്റ് കുഡ്, ഇതിലേതെങ്കിലും ഒന്ന് വന്നാൽ അതിന്റെ കൂടെ V1 വരണം. അപ്പം യു വുഡ് എന്ന് വരും. യു വുഡ് വിൽ വന്നോണ്ട് വുഡ് അല്ലെ യു മൈറ്റ് എന്നായാലും മതി. യു വുഡ് ഗെറ്റ് ദി ട്രെയിൻ, നിങ്ങൾക്ക് ട്രെയിൻ കിട്ടും. ഇതാണ് സിമ്പിൾ പാസ്റ്റ് വരുമ്പോൾ. സിമ്പിൾ പാസ്റ്റ് വരുമ്പോൾ നമുക്ക് ഇതാണ് വരുന്നത് വുഡ് പ്ലസ് V1. ഇവിടെ വിൽ പ്ലസ്, ഇവിടെ സിമ്പിൾ പ്രസന്റ് വന്നുകൊണ്ട് ഇവിടെ വിൽ ഓർ ഷാൽ ഓർ ക്യാൻ ഓർ മേ പ്ലസ് V1. ഇവിടെ പാസ്റ്റ് വന്നതുകൊണ്ട് വുഡ് ഓർ ഷുഡ് ഓർ മൈറ്റ് ഓർ കുഡ് പ്ലസ് V1. അപ്പൊ ആ രീതിയിൽ വന്നു. അപ്പൊ നമുക്കറിയാം ഇനി ഇതിന്റെ സിമ്പിൾ അല്ല പാസ്റ്റ് പെർഫെക്റ്റ് വരിക. ഇഫ് യു ഹാഡ് റൺ ഫാസ്റ്റ്, നിങ്ങൾ വേഗത്തിൽ ഓടിയിട്ടുണ്ടായിരുന്നു എങ്കിൽ എന്താ പറയുന്നത്? ഹാഡ് റൺ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പെർഫെക്റ്റ് ഹാഡ് പ്ലസ് V3. അപ്പൊ അങ്ങനെ വരുമ്പോൾ യു വുഡ് ഹാവ് ഗോട്ട് ദി ട്രെയിൻ എന്ന് വരും. യു വുഡ് ഹാവ് ഗോട്ട് ദി ട്രെയിൻ. അപ്പൊ ഇവിടെ ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ വുഡ് ഹാവ് പ്ലസ് V3 വന്നു. വുഡ് ഹാവ് പ്ലസ് V3. അപ്പൊ നമ്മൾ ആദ്യം എഴുതിയല്ലോ വിൽ ഓർ ഷാൽ ഓർ ക്യാൻ ഓർ മേ പ്ലസ് V1 വരും. അത് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ. ഇഫ് ക്ലോസ് സിമ്പിൾ പ്രസന്റിലാണെങ്കിൽ. ഇഫ് ക്ലോസ് സിമ്പിൾ പാസ്റ്റിലാണെങ്കിൽ വുഡ് ഓർ കുഡ് ഓർ ഷുഡ് ഓർ മൈറ്റ് പ്ലസ് V1. ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റിൽ വന്നു കഴിഞ്ഞാൽ വുഡ് ഹാവ് മറ്റേതുപോലെ തന്നെ വുഡ് വരാം കുഡ് വരാം മൈറ്റ് വരാന്ന് പറഞ്ഞാൽ വുഡ് ഹാവ് ഓർ ഷുഡ് ഹാവ് ഓർ മൈറ്റ് ഹാവ് ഓർ കുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ V3. അപ്പൊ ഇതാ വരുന്നത് കുഡ് ഓർ വുഡ് ഓർ ഷുഡ് ഓർ മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. ഇതാ വരുന്നത് ഈ പാസ്റ്റ് പെർഫെക്റ്റ്. ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കും. വെറും ഹാഡ് വന്നാൽ പറ്റത്തില്ല. ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരണം. ഹാഡ് പ്ലസ് V3 വരണം. V3 വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഈ കുഡ് ഓർ വുഡ് ഓർ ഷുഡ് ഓർ മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇനി ഇത് ഹാഡ് മാത്രം വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ കാര്യം നോക്കാം. ഇഫ് ഹി ഹാഡ് മണി ഇതാ വരുന്നത്. പരീക്ഷയ്ക്ക് സാറിന് ചോദിക്കില്ല, തെറ്റിക്കാൻ വേണ്ടിയില്ല. ഈ ഹാഡ് കണ്ടുകൊണ്ട് കുട്ടികളെല്ലാം കൂടെ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കും. ഹാഡ് കഴിഞ്ഞിട്ട് V3 വരണം. ഇവിടെ V3 അല്ല വന്നിരിക്കുന്നത്, മണി എന്നാ വന്നിരിക്കുന്നത്. മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാസ്റ്റ് പാർട്ടിസിപ്പിളോ വെർബോ ഒന്നും അല്ല. അപ്പൊ ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇത് വെറും ഹാഡാണ്. ഇത് ഹാവ് എന്നുള്ളതിന്റെ പാസ്റ്റ്, ഹാവിന്റെയും ഹാസിന്റെ ഇവിടെ പാസ്റ്റ് ടെൻസ് ഹാഡ്. അപ്പൊ ഇത് പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. സിമ്പിൾ പാസ്റ്റ് ആയിട്ട് വന്നിരിക്കുക. അപ്പൊ ഇഫ് ഹി ഹാഡ് മണി ഹി വുഡ് ബൈ എ കാർ. അവന് പണം ഉണ്ടായിരുന്നെങ്കിൽ അവൻ ആ കാർ വാങ്ങിയേനെ. അപ്പൊ ഹാഡ് വന്നതുകൊണ്ട് മനസ്സിലായി. അപ്പൊ ഈ ഹാഡ് വന്നാൽ നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇത് പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് ആയിട്ട് എടുത്തിട്ട് വുഡ് വെച്ചിട്ട് നമ്മൾ ചെയ്യണം. അപ്പൊ ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതായത് പിന്നെ സിമ്പിൾ പ്രസന്റ് വന്നു കഴിഞ്ഞാൽ വിൽ അല്ലെങ്കിൽ ക്യാൻ അല്ലെങ്കിൽ പിന്നെ മേ പ്ലസ് V1. സിമ്പിൾ പാസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ വുഡ് ഓർ ഷുഡ് ഓർ മൈറ്റ് ഓർ കുഡ് പ്ലസ് V1. പാസ്റ്റ് പെർഫെക്റ്റ് വന്നു കഴിഞ്ഞാൽ വുഡ് ഓർ ഷുഡ് ഓർ മൈറ്റ് ഓർ കുഡ് പ്ലസ് ഹാവ് പ്ലസ് V3. ഇതാണ്. അപ്പൊ ഇത് മൂന്നും നമ്മൾ ജനറൽ ആയിട്ട് ചെറിയ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതിനകത്ത് തന്നെ വേറൊരെണ്ണം ഉണ്ട്. ഒരു സിമ്പിൾ പ്രസന്റിൽ ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സെപ്ഷണൽ കേസ് വരും. അതായത് ചില ജനറൽ ട്രൂത്ത്സ് അതുപോലെ തന്നെ സയന്റിഫിക് ഫാക്ട്സ് ഇത്തരം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് സ്ഥലത്തും സിമ്പിൾ പ്രസന്റ് ഫോം ആണ് എഴുതേണ്ടത്.
അതായത് നമ്മൾ നോക്കണം ആ തന്നിരിക്കുന്ന വാചകം ഒരു ജനറൽ ട്രൂത്ത് ആണോ. ഇപ്പം ഐസ് ഉരുക്കിയാൽ വെള്ളമാകും, അതൊരു സത്യമാണ്. അല്ലെങ്കിൽ ഹൈഡ്രജൻ ഓക്സിജനോട് ചേർത്ത് കഴിഞ്ഞാൽ ജലം ഉണ്ടാകും. 4 3 കൂടെ കൂട്ടിയാൽ 7 കിട്ടും. അപ്പൊ അതൊരു ഉദാഹരണം. ഇഫ് യു ആഡ് 3 and 4, നിങ്ങൾ 3 4 കൂടെ കൂട്ടിയാൽ ഇവിടെ നമ്മൾ നോക്കി കഴിയുമ്പോൾ ഇഫ് യു ആഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ പ്രസന്റ്. ഇനി സിമ്പിൾ പാസ്റ്റ് ആണോ എന്ന് അറിയണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ING ആഡിങ്. ഇതിന്റെ പാസ്റ്റ് ടെൻസ് പറഞ്ഞാൽ ആഡ്. അപ്പൊ ആഡഡിങ് എന്ന് പറയത്തില്ല. അപ്പം മനസ്സിലാവും പാസ്റ്റിന്റെ കൂടെ ING ചേരത്തില്ല, പാസ്റ്റ് ഫോമിന്റെ കൂടെ ING ചേരത്തില്ല, പ്രസന്റ് ഫോമിന്റെ കൂടെ പറ്റത്തുള്ളൂ. അപ്പൊ അതാ ഞാൻ പറഞ്ഞ ആഡിങ്. അതിന് എക്സെപ്ഷണൽ കേസ് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് റീഡ്, കട്ട്, പുട്ട്, ഷട്ട് ഇതൊക്കെ ഉണ്ട്, അത് വേറെ. അപ്പൊ അതിനോട് ശരിയാ. ഇഫ് യു ആഡ്, നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അപ്പൊ സിമ്പിൾ പ്രസന്റ് ആവുന്നത്. അപ്പൊ നമ്മൾ നോക്കിയാൽ സിമ്പിൾ പ്രസന്റിൽ വന്നു കഴിഞ്ഞാൽ വില്ലോ, മേയോ, ക്യാനോ ചേർക്കണം എന്ന് പറയും. പക്ഷെ ഇതല്ല, സെന്റൻസിന്റെ അർത്ഥം കൂടെ മനസ്സിലാക്കണം. ഇഫ് യു ആഡ് 3 and 4, നിങ്ങൾ 4 3 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അതൊരു സത്യമാണ്, 7 കിട്ടുമെന്നുള്ളത്. യു ഗെറ്റ് 7 എന്നാ പറയണ്ടത്. യു ഗെറ്റ് 7 കാര്യം അതൊരു യാഥാർത്ഥ്യം, ഒരു ജനറൽ ട്രൂത്ത് ആണ്, അല്ലെങ്കിൽ ഒരു സയന്റിഫിക് ട്രൂത്ത് ആണ്. അത് തെളിയിച്ച് വെച്ചിരിക്കുകയാണ്. 4 3 7 ആണെന്നുള്ളത് അറിയാം. അവിടെ വിൽ ഗെറ്റ് എന്ന് പറയത്തില്ല, അവിടെ ഗെറ്റ് എന്ന് തന്നെ പറയും. ഇവിടെ സിമ്പിൾ പ്രസന്റ് വന്നുകൊണ്ട് ഇവിടെ സിമ്പിൾ പ്രസന്റ് വന്നു. ബിക്കോസ് ഈ രണ്ട് സൈഡിലും ഉള്ളത്, ഈ രണ്ട് സിമ്പിൾ പ്രസന്റ് പറയാൻ കാരണം ദിസ് ഈസ് എ ജനറൽ ട്രൂത്ത്. ഇതൊരു ജനറൽ ട്രൂത്തിനെ കുറിച്ച് പറയാണ്. അപ്പൊ അതുപോലെ ഇങ്ങനെ ചില കേസുകളുണ്ട്. അതായത് ഇഫ് യു ആഡ് ഹൈഡ്രജൻ ടു ഓക്സിജൻ, ഹൈഡ്രജൻ ഓക്സിജനോട് ഹൈഡ്രജനോട് ചേർത്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് വാട്ടർ എന്ന് പറയുന്നത്, യു വിൽ ഗെറ്റ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ആണെങ്കിലും. അപ്പൊ അത്തരം ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്, അതിനെ സീറോ കണ്ടീഷൻ എന്നൊക്കെ പറയും. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഇഫ് യു റൺ ഫാസ്റ്റ്, ഇവിടെ എന്ന് പറയാം സിമ്പിൾ പ്രസന്റ് വന്നു, ഇവിടെ വിൽ പ്ലസ് ഗെറ്റ് എന്ന് തോന്നുന്നു. ഇവിടെ സിമ്പിൾ പാസ്റ്റ് വന്നു, വുഡ് പ്ലസ് ഗെറ്റ് എന്ന് പറഞ്ഞു. ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് വന്നു, വുഡ് ഹാവ്. ഇനി ഇതൊക്കെ നമുക്ക് സിമ്പിളാണ്, ഇതെല്ലാം നമ്മളെല്ലാം എഴുതും. ഇത് നമുക്ക് സിമ്പിളായിട്ട് എഴുതാം, ബില്ല് എന്ന് പറഞ്ഞ് എഴുതും. ആ പരീക്ഷയ്ക്ക് വേറൊന്നും ചോദിക്കുകയാണ്. വേറെ എക്സാമ്പിൾ, ഇഫ് യു know the answer, അപ്പൊ നമുക്ക് പരീക്ഷയ്ക്ക് പിന്നെ തരികയാണ്. ഇപ്പൊ നമ്മൾ നോക്കി കഴിയുമ്പോൾ ഇഫ് യു നോ ദി ആൻസർ, നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ പ്രസന്റ് ആണ്. നോ അതിന്റെ പാസ്റ്റ് ന്യൂ ആ, KNEW ന്യൂ ആ. അപ്പം സംശയം ഉണ്ടെങ്കിൽ നോയിങ് എന്നുള്ള വാക്കുണ്ട്, ന്യൂയിങ് ഇല്ല, നോയിങ്. അപ്പം ഇഫ് യു നോ ദി ആൻസർ സിമ്പിൾ പ്രസന്റ് ആണ്. നമ്മൾ നോക്കുമ്പോൾ സിമ്പിൾ പ്രസന്റ് വന്നാൽ ഇവിടെ വില്ലോ, മേയോ, ക്യാനോ ചേർക്കുമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ ഇഫ് യു നോ ദി ആൻസർ, നിങ്ങൾക്ക് ആൻസർ അറിയാമെങ്കിൽ യു വിൽ ടെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു യോജിപ്പില്ല. അവിടെ നമ്മൾ അവിടെ ആ മേ ആണോ ക്യാനാണോ എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ആൻസർ അറിയാമെങ്കിൽ നിങ്ങൾ പറയും എന്നല്ല, നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ കഴിയും, അല്ലെ യു മെറ്റൽ. അതുകൊണ്ട് വില്ലിനേക്കാൾ നല്ലത് മേയോ ക്യാനോ ചേർക്കുന്ന. യു മെറ്റൽ നിങ്ങൾക്ക് പറയാം, യു ക്യാൻ ടെൽ നിങ്ങൾക്ക് പറയാൻ കഴിയും ആൻസർ അറിയാമെങ്കിൽ. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ ആൻസർ തരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ബില്ല് തന്നെ ആയിരുന്നെങ്കിൽ നമുക്ക് എഴുതി വെക്കാം, അല്ലെങ്കിൽ അവർ മേ ആയിരിക്കും. അപ്പൊ നമ്മൾ ഇത് നോക്കിക്കൊണ്ടിരിക്കും. രണ്ടെണ്ണം കൂടെ അങ്ങനെ തരാൻ ചാൻസ് ഇല്ല. അഥവാ തന്നു കഴിഞ്ഞാൽ നമുക്ക് മേ തന്നെ എഴുതണം. അപ്പൊ ഇത്രയും നിങ്ങളെല്ലാം പഠിച്ചിട്ടുള്ള ഒരു ഭാഗമാണെന്ന് എനിക്കറിയാം. ഇതുകൊണ്ട് ഇഫ് ക്ലോസ് തീരുന്നില്ല. ഇനിയാണ് നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്റെ മേഖലയിൽ കടക്കുന്നത്. അതായത് പാസീവ് വോയിസിൽ വരും, ഇഫ് ക്ലോസ് പാസീവ് വോയിസിൽ വരാം, അങ്ങനെ മറ്റെന്തെങ്കിലും ട്വിസ്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കണം, എങ്കിലേ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനിയുള്ള കാലത്ത്. അപ്പൊ അത് മനസ്സിലാക്കി എല്ലാവരും അടുത്ത ക്ലാസ് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇന്ന് ഇത്രയും കൂടെ നിർത്തുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.